12 വർഷക്കാലം ഈ വിസ്താരമില്ലാതെ വിചാരണയില്ലാതെ ഇതിങ്ങനെ പോയതിന് മുൻപുള്ള കഥയാണ് ശ്രീ വെങ്ങാനൂർ ശിവശങ്കർ പറഞ്ഞത്. അതായത് ഈ വിചാരണ വേളയിൽ തന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെതല്ല, ഇദ്ദേഹത്തിന് ചേരുന്നതല്ല എന്നൊരു വാദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 10 വർഷത്തെ ശിക്ഷ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 1 ലക്ഷം രൂപ പിഴയും അന്ന് വിധിച്ചിരുന്നു. ശേഷമാണല്ലോ ഈ അട്ടിമറികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്ന് എഴുതിയത് MO2 എന്ന് മാർക്ക് ചെയ്ത ഒന്നാണ് അവിടെയുള്ളത്. അത് അതിൻ്റെ FIR-ലടക്കം തൊണ്ടി മുതലടക്കം FIR-ൽ ഒരു പക്ഷേ ഉണ്ടാവില്ല, പക്ഷെ തൊണ്ടി മുതലടക്കം മാസലടക്കം കൃത്യമായി രേഖപ്പെടുത്തി പോന്ന ഒരു കാര്യം പിന്നീട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെതല്ല എന്ന വാദം ഉണ്ടാവുകയും ആ വാദം പരിഗണിക്കാതെയാണോ ഇദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുന്നത്? ഈ വാദങ്ങളെല്ലാം കോടതിയിൽ വളരെ വിശദമായിട്ട് ഉന്നയിക്കപ്പെട്ടതാണ്. ഏതാണ്ട് ഒരു 90% ദിവസങ്ങളും ഈ വാദങ്ങൾ ഞാൻ കോടതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് കൃത്യമായി പറയാൻ കഴിയും. ഈ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരല്പം വിശദാംശം പറയാം. അതായത് ഈ തൊണ്ടി മുതലിൽ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തിയെന്ന് പറയുന്നത് ഈ ശിക്ഷ വിധിച്ച ശേഷമല്ല. തിരുവനന്തപുരത്ത് സെഷൻസ് കോടതി ഇതിന്റെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ ഇതിൽ ഈ കൃത്രിമത്വം വരുത്തിയിരുന്നു. അതുകൊണ്ടാണ് അവർ കോടതി വെച്ച് അവർക്ക് ഈ വിചാരണക്കിടെ ഉന്നയിക്കാത്ത ഒരു പുതിയ വാദവും അപ്പീലിൽ ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രീ കുഞ്ഞിരാമേനോന്റെ അഭിഭാഷകൻ പേരിന് മാത്രം ഈ അടിവസ്ത്രം എന്റെ പ്രതിക്ക് ചേരുന്നതല്ല എന്ന് വിചാരണ കോടതിയിൽ ഒരു വാദം ഉന്നയിച്ചിരുന്നു. അപ്പോൾ തന്നെ KK ജയമോഹൻ അതിനെ കൗണ്ടർ ചെയ്തു. അത് അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഊരി വാങ്ങിയത് തന്നെയാണ്, വേണമെങ്കിൽ ഇടിയിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അത് രേഖപ്പെടുത്തി പ്രത്യേകം കോടതിയിൽ അദ്ദേഹത്തിന്റെ വിസ്താരത്തിലും അല്ലാതെ എല്ലാം വന്നതുമാണ്. അപ്പോൾ പക്ഷെ അവരവിടെ അതിന് ശ്രമിച്ചില്ല. പകരം അവർ ഹൈക്കോടതിയിൽ അപ്പീൽ വരുമ്പോൾ മാത്രമാണ് ഇടിവിച്ചു നോക്കണമെന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. അതനുസരിച്ച് ഇടിവിച്ചു നോക്കുന്നു, പ്രതിക്ക് ചേരുന്നില്ലാതെ കാണുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ പ്രതി ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് നാടുവിടുകയാണ്. ഇത് ജയമോഹൻ, ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ KK ജയമോഹൻ അറിയുന്നത് ഏതാണ്ട് 3-4 ദിവസം കഴിഞ്ഞ് മാതൃഭൂമി പത്രത്തിൽ ഇതിന്റെ സംബന്ധിച്ച് വാർത്ത കാണുമ്പോഴാണ്. അന്നത്തെ എന്താ ലൈവായി റിപ്പോർട്ടിങ്ങോ തൊട്ടടുത്ത ദിവസം വാർത്ത വരുന്ന രീതികളോ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ ഇടപെടാൻ കഴിയുന്നതിന് മുമ്പിന് പ്രതി രാജ്യം വിട്ടിരുന്നു. ഇനി നേരത്തെ ഇദ്ദേഹം നമ്മൾ ചർച്ചയ്ക്കിടെ പറഞ്ഞതുപോലെ ഈ വാദം ഈ ഇടിവിച്ചു നോക്കണമെന്ന് സ്ട്രെസ് ചെയ്ത് വിചാരണ കോടതിയിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? KK ജയമോഹൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ എല്ലാ ദിവസവും വിചാരണയ്ക്ക് അവിടെ ഹാജരാകണമല്ലോ സ്വാഭാവികമായും. അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഇതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം റേസ് ചെയ്യും. അവിടെ വെച്ച് ഇടിവിച്ച് നോക്കുകയും ഹൈക്കോടതിയിൽ സംഭവിച്ചതുപോലെ ചേരാതെ വരികയും ചെയ്താൽ KK ജയമോഹൻ അവിടെ വെച്ച് തന്നെ റേസ് ചെയ്യും. അവിടെ വെച്ച് തന്നെ റേസ് ചെയ്യുകയും അത് പിടിക്കപ്പെടുകയും ചെയ്യും. മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. തൊണ്ടിയിൽ തിരിമറി ഉണ്ടെന്ന് KK ജയമോഹൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടിവിച്ചു നോക്കുന്നു, ചേരുന്നില്ല. അപ്പൊ തന്നെ തൊണ്ടി രജിസ്റ്റർ കൊണ്ടുവരുന്നു. അതിൽ ആന്റണി രാജു എന്ന അഭിഭാഷകൻ ഒപ്പിട്ട് വാങ്ങിയതിന് 4 മാസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവച്ചതിന്റെയും രേഖയുണ്ട്. വിചാരണ അവിടെ നിർത്തിവെച്ച് ഈ അന്വേഷണങ്ങളെല്ലാം അന്ന് നടന്നേനെ. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വിചാരണ കോടതിയിൽ നിന്ന് ഉന്നയിച്ചു എന്ന് വരുത്തി KK ജയമോഹൻ പരിശോധിക്കാമെന്ന് പറഞ്ഞെങ്കിൽ അത് കേൾക്കാതെ മുന്നോട്ട് പോയി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ മാത്രം, ജയമോഹന്റെ സാന്നിധ്യമില്ലാത്തൊരു സ്ഥലത്ത് എത്തിയപ്പോൾ മാത്രം ഇക്കാര്യം അവിടെ ഉന്നയിക്കുകയും ഇടിവിച്ചു നോക്കണമെന്ന് പറയുകയും പ്രതിയെ വിട്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇനി മറ്റൊരു കാര്യം കൂടെ പരിഗണിക്കണം. ഇവിടെ ആരാണ് ആന്റണി രാജുവിന് വേണ്ടി ഹാജരായത്? കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന പ്രഗത്ഭനായ അഭിഭാഷകൻ എന്ന വിശേഷണമുള്ള അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്താണ് ഹാജരായത്. CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്ന അങ്ങനെ വലിയ പരിചയസമ്പത്തുള്ള അഭിഭാഷകനാണ് ഹാജരായത്. മറുവശത്ത് പ്രോസിക്യൂഷൻ വേണ്ടി ആരാണ്? ഒരു അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞ ജൂനിയർ അഭിഭാഷകനാണ്. ജൂനിയർ എന്ന് ഞാൻ പറയുമ്പോൾ പ്രവൃത്തി ഈ ശാസ്ത്രമംഗല അജിത്തിനുമായിട്ട് കമ്പയർ ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഭിഭാഷകൻ ആയിട്ട് പോലും അദ്ദേഹം വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിന്റെ എല്ലാ വശങ്ങളും ഇത്രയും വർഷത്തെ കേസിന്റെ രേഖകളെല്ലാം പരിശോധിച്ച് തന്നെ അദ്ദേഹം ആണ് ഈ കേസിനെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്, ഈ നിലയിൽ ഇതിനെ വിജയത്തിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്തരം വാദങ്ങളൊന്നും അവിടെ ഉന്നയിക്കാതെ പോയതോ ആരും ശ്രദ്ധിക്കാതെ പോയതോ അല്ലെങ്കിൽ അഭിഭാഷകനെ ബാധിച്ച് ജയിക്കാൻ കഴിയാതെ പോയതോ ഒന്നുമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ പറയുന്നത്. ആരും പറയുന്നതിൽ അർത്ഥമില്ല എന്നല്ല. ആ വാദങ്ങളൊക്കെ ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനതിൽ ഈ അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം എടുത്ത് ഞാൻ എക്സാമ്പിളായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശരി.